ഹലോ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു ചക്ക ഓൾറെഡി പറിച്ച് വെച്ചിട്ടുണ്ട്, 2 ദിവസമായി പറിച്ചത്. അതെന്താ വെച്ചാൽ അമ്മ ഒരു ചക്ക ഇട്ട സമയത്ത് 2 ചക്ക അറിയാണ്ട് വീണുപോയി. അപ്പോൾ ഒരു ചക്ക ഞങ്ങൾ ഇന്നാൾ കറി വെച്ച് കഴിച്ചു. അപ്പോൾ ഇന്ന് മോന് പറയുകയും ചെയ്തു നമുക്കിന്ന് ചിക്കൻ കറി വെച്ചാലും എന്നൊരു പ്ലാനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ചിക്കൻ കറിയും ചക്കപ്പുഴുക്കും ഉണ്ടാക്കാൻ കരുതി. അപ്പോൾ അമ്മ ചക്ക ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താക്കാം നോക്കിയിട്ട് വരാം. നല്ല വയനാട് സ്റ്റൈൽ ചക്കപ്പുഴുക്ക്. എല്ലായിടത്തേക്കും ഓരോ രീതിയാണെന്ന് തോന്നുന്നു, പല പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ പുതിയ യൂട്യൂബ് വീഡിയോകളായിട്ട് പുതിയ വ്ളോഗുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ്, നമ്മുടെ ചക്ക അമ്മ വളരെ ഭംഗിയായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗമുള്ള കോലാണ് ഗൈസ്, വൃത്തിയാക്കാനുണ്ട്. കുറച്ച് നാളായിട്ട് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, അപ്പം അതിൻ്റെ ഒരു വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ചക്ക ഇതാക്കി. അപ്പോൾ നമ്മളിന്ന് എന്താ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ചക്കപ്പുഴുക്കും ചിക്കൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അരിയാം. നമ്മളപ്പോൾ ചക്ക വളരെ ഇതായിട്ട് വെട്ടാൻ പോവാണ്. അയ്യോ, നമ്മൾ നല്ല ചക്ക കണ്ടോ, നല്ല ചുളയുള്ള ചക്ക. ഓക്കെ, നമ്മൾ 3 കഷ്ണമാക്കി. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാണ് ടാസ്ക്. എനിക്ക് പച്ചച്ചക്കയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് വേവിക്കുന്നതിനേക്കാൾ കൂടുതൽ പച്ചച്ചക്ക കഴിക്കാനാണ് ഇഷ്ടം. അപ്പം നമുക്കിതെന്തായാലും വൃത്തിയാക്കാം. ഗായ്സ്, അമ്മ എൻ്റെ അടുത്ത് ഒരു മുറം വെളിച്ചെണ്ണ, 2 കത്തികൾ ഇത്രയും എടുത്തിട്ട് പോകാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് കൊണ്ട് കൊടുക്കാം. കൂടെ ഞാൻ വരികയാണ്. ഓക്കെ, നമ്മൾ ചക്ക നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കണ്ടിട്ട് അപ്പുറത്തെ അമ്മച്ചി പോവാണ് ഗൈസ്, ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ചക്ക എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു. അതിനിപ്പം എന്താ, എല്ലാവരും കാണട്ടെ. ഇങ്ങനെയൊക്കെ കണ്ടല്ലേ നമ്മൾ വലിയ വലിയ ഫേമസ് ആകുക. അപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനും അമ്മ ഇല്ല പുഴുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനും അമ്മയും ഇതാ എല്ലാം സെറ്റാക്കി വന്നിരിക്കുകയാണ്. ഇനി നമുക്കിത് അരിയാം. ഗൈസ്, അങ്ങനെ ചക്ക അരിഞ്ഞ് കഴിഞ്ഞപ്പോഴായിരുന്നു ഉള്ളിയില്ല. ഉള്ളിയും കാശ്മീരി മുളക് പൊടിയും വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിയതാണ്. വാങ്ങി വന്നു. അടുത്ത പരിപാടികൾ നമുക്ക് ചെയ്യാം. ഗായ്സ്, ചക്കയൊക്കെ അമ്മ സെറ്റാക്കി അരിഞ്ഞൊരു പാത്രത്തിൽ ഇതാക്കിയിട്ടുണ്ട്. ചക്കക്കുരുവൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിലേക്ക് വേണ്ട അരവാണ്, അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. കാന്താരി മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നമുക്ക് അതിലേക്ക് അരച്ച് ചേർക്കാനുള്ളതാണ് തേങ്ങേൻ്റെ കൂടെ. അപ്പോൾ അതിനെ നമുക്ക് ചിരവാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് ചക്ക വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചക്കയിലേക്ക് ഇപ്പം ഇട്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, ഉപ്പാണ്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നൊരു സാധനം പറഞ്ഞാൽ ഇതാ നല്ല തേങ്ങ. തേങ്ങയിൽ എന്തൊക്കെയാ അമ്മ ഇട്ടിരിക്കുന്നത്? ജീരകം, വെളുത്തുള്ളി, കാന്താരി, കറുവേപ്പില, സകലം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് അരവ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണേ. അപ്പം ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. കാരണം അതിൻ്റെ ആവി കയറുമ്പോൾ അതെല്ലാം ഭാഗത്തേക്ക് എത്തുമായിരിക്കുമല്ലേ. നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്.
ആ കുപ്പികളൊന്നും കണ്ട് പേടിക്കണ്ട ഗൈസ്, അത് എണ്ണക്കുപ്പികളാണ്. എണ്ണ, ഓയിൽ, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. എടുത്ത് കളയാനുണ്ട്, കുറേ ദിവസമായി വിചാരിക്കണം. അപ്പോൾ നമ്മൾ അരവ് ഇതിലേക്ക് ഇട്ടു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് എല്ലായിടത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അമ്മയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഒഴിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ചക്കപ്പുഴുക്കിലേക്കുള്ള സാധനം. ഇനി നന്നായിട്ട് നമുക്കിത് അടച്ച് വെച്ച് എത്ര മിനിറ്റ് ഏകദേശം വേണം? ഒരു 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതി, ധാരാളം. അപ്പം സാധനമാവും. അപ്പം ഇത്രയേ ഉള്ളൂ. ചക്കപ്പുഴുക്ക് സെറ്റാണ്. അപ്പം ഇനി ചിക്കൻ കറി ഞാനാണ് വെക്കാൻ പോണത്. അത് ഉടക്കണ്ടേ? അത് വെന്ത് വരുമ്പോ ഉടക്കണ്ടേ? ആ, ഉടയ്ക്കാം. അത് ഞാൻ വരും. ആ സമയമാകുമ്പോൾ ഞാൻ എത്തും. ചിക്കൻ കറീൻ്റെ ഇടയ്ക്ക് ഞാൻ എത്തും. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ നമ്മളൊന്ന് ഉടച്ചെടുക്കണം. അതായത് നന്നായിട്ട് ഇളക്കി കുഴച്ച് അതൊന്ന് എല്ലാം ഒന്ന് സെറ്റാവുന്ന രീതിക്ക് ആക്കിയെടുക്കണം. അപ്പോൾ വരാം. നമ്മൾ ഈ ഉരുളിയിലാണ് കറി വെക്കാൻ പോണത്. എൻ്റെ വേറൊരു വ്ളോഗ് കണ്ടവർക്കറിയാം. ചിക്കൻ കറി വെക്കുന്ന വേറൊരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലും ഈ സെയിം ഉരുളി തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ഈ ഉരുളിയായിട്ട് ഭയങ്കര ഒരു കണക്ഷനാണ്. ഈ ഉരുളിയിലല്ലാണ്ട് വേറൊരു ചിക്കൻ കറി വെക്കുന്നൊരു പാത്രം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉരുളി. വിറകടുപ്പിലാണ് വെക്കുന്നത്. കാരണം ചിക്കൻ കറി വിറകടുപ്പ് വെച്ചാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല പുക വരുന്നുണ്ട്. മൈ ഗോഡ്. ഇവിടെ ചക്കേൻ്റെ പരിപാടി ഏകദേശം സെറ്റായി. നമ്മൾ ചക്കയിലേക്ക് വറവിടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചക്ക സെറ്റായിട്ടുണ്ട്. ചൂടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ചു. കടുക് താളിക്കാം കേട്ടോ. അയ്യോ, എണ്ണ ചൂടായില്ലേ? ചൂടായിട്ടുണ്ട്. എന്നിട്ടും ചക്ക നോക്കാം. ചക്ക ഏകദേശം സെറ്റായിട്ടുണ്ട് ഗൈസ്. ഇതാ സെറ്റ്. എനിക്ക് പണ്ടേ ഈ കടുക് പൊട്ടിക്കുന്ന ഭയങ്കര പേടിയാണ്. അതിലേക്ക് നമ്മളിനി ചെറിയുള്ളിയാണ് ചേർക്കണത്. ഒന്ന് പൊട്ടി തീരെ തൊടുക. ഓക്കെ. ചെറിയുള്ളി ചേർത്തു. ചെറിയുള്ളി ചേർത്ത് ഇനി കറിവേപ്പില ഇടാൻ വേണ്ടി പോവാണ്. നല്ല ബ്രൗൺ കളറാവണം. നല്ല ബ്രൗൺ ആവണ്ട, ഏകദേശം ഒന്ന് ബ്രൗൺ ആയിട്ട് കാണണം. അപ്പോഴേക്കും നമ്മുടെ ചക്ക സെറ്റായിട്ടുണ്ട്. അപ്പുറത്ത് കറിവേപ്പില ഇട്ടു. ഇനി ഇത് അമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ തീ ഓഫാക്കി കേട്ടോ. എന്നിട്ടാണ് ഇത് ഒഴിക്കാൻ വേണ്ടി പോവാം. അടുപ്പ് വെറുതെ തീ കത്തിപ്പോണ്ട് ഇതിട്ടു. ഇനി അത് നന്നായിട്ട് ഇളക്കേണ്ട രീതിയാണ് ഇങ്ങനെ ഇളക്കണം ഗൈസ്. വെറുതെ ഇളക്കിയിട്ട് കാര്യമില്ല. ആ അരപ്പെല്ലാം ചക്കയിലേക്ക് സെറ്റാവുന്ന പോലെ വേണം ഇളക്കി കൊടുക്കാൻ. കുറച്ചുകൂടി വേവാനുണ്ടോ ഇത്? ഇല്ല, സെറ്റാ. ഇങ്ങനെയാണ് ഇളക്കേണ്ടത് ഗൈസ്. ഇളക്കാൻ അറിയാത്തവർ അമ്മയെ സമീപിക്കുക. അപ്പം നന്നായിട്ട് തെറിക്കുന്നു ഗൈസ്. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി സെറ്റാക്കി കൊടുക്കുക. ഇത് മരത്തിൻ്റെ തവിയാണ് കേട്ടോ. വയനാട് സ്പെഷ്യൽ ചക്കപ്പുഴുക്ക് ഓൾമോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, അത് ചക്കേൻ്റെ ആ ടെക്സ്ചർ തന്നെ മാറാൻ തുടങ്ങി. നല്ല സെറ്റായി. മണം വരുന്നുണ്ട്. ഇനി ചിക്കൻ കറി കൂടി ആയിട്ട് വേണം ഞങ്ങൾക്ക്
ചക്കപ്പുഴുക്ക് കഴിക്കാൻ ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, നിങ്ങൾ കാണുന്നില്ലേ ആ ചക്കയുടെ ആ ഒരു ടെക്സ്ചർ? ഓ സെറ്റ്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമുക്കതിന് നന്നായിട്ടൊന്ന് ഇതാക്കി വെക്കാം. ഓ ഇതാ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ചക്ക പുഴുക്ക്. അപ്പോൾ കുറച്ച് എല്ലാവരും കൊതി വിടരുത്, നിങ്ങൾക്ക് പകരം ഞാൻ തിന്നോളാം കേട്ടോ. ഓ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി സെറ്റാക്കാം. ചക്കപ്പുഴുക്ക് സെറ്റായി ഗൈസ്. നമ്മൾ നല്ല വിറകൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഞാൻ ഈ മുറം വാങ്ങിയതിന് ശേഷം എല്ലാ സാധനങ്ങളും ഇതിലരിഞ്ഞിട്ടാണ് വെക്കാറ്. എന്താ വെച്ചാൽ പാത്രം നമുക്ക് ഒരുപാട് കഴുകാതെ ലാഭിക്കാം. കണ്ടോ, ഉള്ളി, ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഞാൻ ചതച്ചതാണ്, കറിവേപ്പില, ഇതൊക്കെ നമുക്ക് ഈ ഒരു മുറത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനത്തെ അടുപ്പ് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, സാധാ മണ്ണടുപ്പ്. അപ്പം നമ്മൾ ഇനി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഉരുളി. അപ്പം നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഏകദേശം പൊട്ടി, അത് പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കുകയാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ഗരം മസാല വെച്ചിട്ടുണ്ട്, എന്താ ചിക്കനിൽ നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അയ്യോ ഗൈസ് തണുക്കാളി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാതെ കരിഞ്ഞ് പോവരുത് കേട്ടോ. ഒരു സിമ്പിൾ ചിക്കൻ കറി റെസിപ്പിയാണ്. ഓക്കെ, കരിഞ്ഞതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളക് കൂടി നമുക്കിടാം. എൻ്റെ ചിക്കൻ കറി കുറച്ച് വെറൈറ്റിയാണ്. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി ആൻഡ് സവാള ഇതിട്ടിട്ട് ആദ്യം ഒന്ന് കുറച്ച് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം, കാരണം അല്ലെങ്കിൽ പണി പാടും. കറിവേപ്പില ഇടാൻ മറന്നുപോയി ഗായ്സ്, സാരല്ല, പിന്നെ ഇട്ടാലും മതി. നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ ഉള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം. നേരത്തെ ഇടാൻ മറന്ന കറിവേപ്പില ഈ അവസരത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ തീ സീനാണ് ഗൈസ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം, കുറച്ച് ഉപ്പ് നമ്മളൊന്ന്. ഓക്കെ, അമ്മ നമുക്ക് പൊടിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്, ഇടേണ്ട പൊടികൾ. നമ്മൾ കുറച്ച് ഉപ്പ്, ചിക്കനിൽ ഉപ്പിട്ടതാ മതി. അപ്പം നമുക്കിനിത് നന്നായിട്ട് ഇളക്കി വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി, ബാക്കിയുള്ള തക്കാളി നമുക്ക് ചേർക്കാം. 2 തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് വെൽ. അത് ചിരട്ട ഇട്ടിട്ടുണ്ട്, എന്താ വെച്ചാൽ വേഗം നന്നായിട്ട് തീ കത്തിയാൽ പെട്ടെന്ന് സാധനമാകും. വിശപ്പിൻ്റെ വിളി നല്ലോണം വരുന്നുണ്ട്. നല്ല പുകയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ കത്തുന്ന തീ പറഞ്ഞാൽ ചിരട്ട ഇട്ടതിൻ്റെ ഒരു സാധനം. ചിരട്ട കത്തി കഴിയുമ്പോഴേക്കും അതൊക്കെ തീരും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളി ഇട്ടു. ഇത് തക്കാളി കൂടി ഒന്ന് സെറ്റാവുമ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം.
നമ്മൾ തക്കാളിയും ഏകദേശം സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കാശ്മീരി ചില്ലി. ഇത്ര പൊടികളാണ് ചേർക്കാൻ വേണ്ടി പോണത്. ഒരു സിമ്പിൾ ചിക്കൻ കറിയാണ്. നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം പച്ച മണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് യോജിപ്പിച്ച് സെറ്റാക്കി കൊടുക്കാം. ആ ഒരു ഉള്ളിയുടെ ഒരു ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് എത്തുന്ന രീതിക്ക് വേണം നമ്മൾ ഇളക്കാൻ. കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കണം. എന്നാലേ നമുക്ക് ആ ചിക്കനിലേക്ക് എല്ലാ സാധനങ്ങളും അതിലേക്ക് പിടിക്കുള്ളൂ. കണ്ടോ, ആ ചിക്കൻ്റെ കളർ തന്നെ അങ്ങ് മാറി. കാണുമ്പോൾ കൊതി വരുന്നുണ്ടോ ഗൈസ്? കൊതി കൂട്ടരുത്. നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് നമ്മളിത് യോജിപ്പിക്കുക. ഞാനത് ഇളക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഏകദേശം നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളം നമ്മൾ ആ ചിക്കൻ ഇതാക്കിയ ചട്ടിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓ പുക, ഇത്തിരി ചാറ് വേണ്ടേ? ചിക്കൻ കറിക്ക് നല്ല ഗ്രേവിയോട് കൂടിയ കറിയല്ലേ ഗൈസ് സെറ്റ്. സോറി, ചക്കപ്പുഴുക്കിന് നല്ല ചാറോട് കൂടിയ കറിയല്ലേ വേണ്ടേ? എന്നാലല്ലേ ആ പുഴുക്കായിട്ട് മെൽറ്റാക്കി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പുക ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടോ പുക? നിങ്ങൾ കാണുന്നുണ്ടാവില്ല, പക്ഷെ നല്ല പുകയുണ്ട്. ഇതെൻ്റെ പ്ലാനായിപ്പോയി. വിറകടുപ്പ് ഗൈസ്, എന്തിനാണ് വെറുതെ ഗ്യാസൊക്കെ തീർക്കുന്നത്? നമ്മുടെ ഈ വിറകടുപ്പിൽ വെക്കുന്ന കറീൻ്റെ ടേസ്റ്റൊന്നും ഗ്യാസ് അടുപ്പിൽ വെച്ചാൽ കിട്ടൂല. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റായി. ഇനി ഇതൊന്ന് വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-20-25 മിനിറ്റ് നമ്മളെ തീ ചൂടിൽ സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഫ്ലാഷ്. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വെന്തിട്ട് ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ കറിയിലെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കി വെക്കാം. നമുക്ക് നന്നായിട്ട് തീ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളാ കനൽ കാണുന്നുണ്ടോ? നല്ല കനലാണ് ഗൈസ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ്. കുഴപ്പമില്ല, ഓക്കെയാണ്. കുറച്ചുകൂടി വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. നമ്മളെ കുരുമുളക് പൊടി, നമ്മുടെ വീട്ടിലെ കുരുമുളകാണ്, പൊടിച്ചത് നമ്മളിതിൽ ചേർക്കണം. നിങ്ങൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നത് കാണുന്നില്ലേ? നല്ല സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുരുമുളകൊന്ന് സെറ്റാവട്ടെ. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് വറ്റി സെറ്റായിട്ടുണ്ട് ഗായ്സ്. ഇനി ഇത് ഞാൻ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ സെർവ് ചെയ്ത് കഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിക്കനുമായി ചക്കയായി ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങോട്ട് ഇത് കാണിക്കുക. അടുത്തേക്ക് വാ. എന്നിട്ട് ഇതിങ്ങനെ കാണിക്കണം. അമ്മയ്ക്ക് ക്യാമറ ഒക്കെ എടുക്കാൻ ഞാൻ പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ഇനി ചിക്കൻ കറി തുറക്കാൻ പോവാണ്. ഓക്കേ,
കാണിച്ചു ഞാൻ ഇനി ഇത്തിരി പുറകിലേക്ക് പോയിട്ട്. അപ്പം ഞാൻ കുറച്ച് ചക്ക നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ഇച്ചിരി ചക്ക എടുക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കഴിക്കും. ഓക്കെ, എൻ്റെ മുഖം കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ അടുത്തത് കുറച്ച് ചിക്കൻ കറി ഒക്കെ മേലെ കൂടി ഇങ്ങനെ. അയ്യോ സോറി ഗൈസ്, ഇപ്പം നമ്മൾ ഒഴിച്ചു. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം നമുക്ക് നല്ല ചൂടുണ്ട്, ഇപ്പം എടുത്തതാണ് ഗൈസ്. നല്ല ചക്കയൊക്കെ ഇതാക്കി സെറ്റ് ആക്കണം. എന്നിട്ട് നല്ല ചക്കപ്പുഴുക്ക്, നല്ല ചിക്കൻ കറി, നല്ല രസമുണ്ട് ഗൈസ്. ഇത് ഞാൻ ഇപ്പം എത്ര എടുക്കുന്നുള്ളത് കഴിഞ്ഞിട്ട് ഞാനൊരു പ്ലേറ്റ് എടുത്ത് കഴിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പം മഴയത്ത് നിങ്ങളുടെ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ചായയൊക്കെ കൂട്ടി കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴേക്കും ഒരുപാട് ടൈം എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും പറയുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.